മലയാള സിനിമയിലെ ചിരിയുടെ പര്യായമായ ഇന്നസെൻ്റ് ഏട്ടൻ്റെ വീട്ടിൽ മലയാളത്തിലെ ഒരുപറ്റം കാർട്ടൂണിസ്റ്റുകൾ ഒരു സൗഹൃദ സംഭാഷണത്തിന് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഒരുപക്ഷെ വരയ്ക്കാത്ത കാർട്ടൂണിസ്റ്റ് എന്ന് ശ്രീ ഇന്നസെൻറ്റിനെ വിശേഷിപ്പിക്കുന്നതാവും നല്ലത് എന്ന് തോന്നുന്നു. കാരണം അദ്ദേഹം നാക്കെടുത്താലും മുഖം ചുളിച്ചാലും നെറ്റി ചുളിച്ചാലും എല്ലാം ചിരിയാണ്. ആ ചിരി ഒരുപക്ഷെ കാർട്ടൂണിസ്റ്റുകളുടെ ബ്രഷിന് ആദ്യമായിട്ടാവും ഇവിടെ ലഭിക്കുന്നത്. അപ്പോൾ ഈ വരയ്ക്കാത്ത കാർട്ടൂണിസ്റ്റിനെ വര തൊഴിലാക്കിയ കാർട്ടൂണിസ്റ്റുകൾ ഒന്ന് നേർക്കുനേർ നേരിടുകയാണ്. സാധാരണ എല്ലാവർക്കും വല്ലവനെ വരയ്ക്കുമ്പോഴാണ് നമുക്ക് കാണുമ്പോഴാണ് നമുക്ക് ഇഷ്ടം വരും. നമ്മളെ വരയ്ക്കുമ്പോഴാണ് നമുക്ക് വിഷമം തോന്നും. ഒരു സ്റ്റുഡിയോയിൽ തന്നെ നമ്മൾ പോയിട്ട് ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റുഡിയോ ഫോട്ടോ നോക്കിയതിന് ശേഷം നമ്മൾ പറയും അങ്ങോട്ട് ശരിയായില്ലല്ലോ എന്ന് പറയും. അപ്പോൾ ഇവിടെ എൻ്റെ ഒരു കൂട്ടുകാരൻ പോളി ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഫാദർ പുളിക്കൻ വർഗീസ്, അദ്ദേഹം മരിച്ചു. അയാൾ ഈ ഫോട്ടോ ബിസിനസ്സിന് ആൾ കൊള്ളില്ല. മരിച്ചു പോയതുകൊണ്ട് നല്ലതും ചീത്തയൊക്കെ പറയാനുള്ളൂ. കാരണം ഒരു ദിവസം ഒരു ആൾ വന്ന് ഫോട്ടോ എടുത്തിട്ട് അയാൾ പറഞ്ഞു ഫോട്ടോ നന്നായില്ല എന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞിട്ടോ തൻ്റെ മുഖം പോലെയല്ലേ ഇത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ, എന്നിട്ട് പ്രേമനസീറിൻ്റെ പോലെ ആക്കാൻ പറ്റുള്ളൂ. തൻ്റെ അച്ഛനും പ്രേമനസീറിൻ്റെ അച്ഛനും വേറെ, അത് ആദ്യം മനസ്സിലാക്കുക. ആ ഫോട്ടോ എടുത്ത ആൾ ആ ഫോട്ടോ മേടിച്ച് പോയി എന്നിട്ട് പിന്നെ സ്റ്റുഡിയോയിൽ കയറിയിട്ടില്ല. അപ്പം അതുപോലെ നമുക്ക് നമ്മുടെ ഫോട്ടോ നമ്മൾ നല്ല ഭംഗിയായിട്ട് നിങ്ങൾ വരയ്ക്കുമ്പോഴാണ് നമുക്കിഷ്ടം. അല്ലാതെ നിങ്ങളോട് നമുക്ക് അത്രയും അങ്ങോട്ട് താല്പര്യമില്ല, എന്നാലും ഉള്ളത് പറയാതിരിക്കാൻ പറ്റും. നല്ലതാണെങ്കിൽ ഓക്കെ. ഇതന്നെയാണ് ഇവരുടെ കുഴപ്പം. ഇങ്ങനെയാണോ ഞാൻ? നിങ്ങളൊക്കെ എത്രയോ മാഗസീനിലൊക്കെ കണ്ടിരിക്കണം, അലുവ പോലെയുള്ള എൻ്റെ പോലെയുള്ള ഒരാളെ ഇങ്ങനെയൊക്കെ വരയ്ക്കാന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള ഒരു രീതിയാണ്. എന്നിരുന്നാലും ഇതൊരു ചായ ഉണ്ട് എൻ്റെ അല്ലേ, ഒരു നിഷ്കളങ്കതയുണ്ട് ഇയാൾക്ക്, അത് മതി. ശ്രീ ഇന്നസെൻറ്റുമായുള്ള ഈ നർമ്മ സല്ലാപത്തിലേക്ക് മറ്റൊരു അതിഥി കൂടി എത്തിയിട്ടുണ്ട്. നമുക്കെല്ലാം പ്രിയങ്കരനായ സംവിധായകൻ ശ്രീ സത്യൻ അന്തിക്കാട്. അദ്ദേഹത്തിന് ഈ ഒരു വേദിയിൽ സാങ്കത്യം ഒന്ന് വേറെയാണ്. കാരണം ഇന്നസെൻ്റ് ഏട്ടൻ്റെ ഒരു പിടി സിനിമകളുടെ ഏറ്റവും മലയാളി ഓർത്തിരിക്കുന്ന സിനിമകളുടെ സംവിധായകൻ അദ്ദേഹമാണ്. സത്യചേട്ടാ, ഇത് ഇന്നസെൻ്റ് ഏട്ടനെ മാവേലിയായിട്ട് ചിത്രീകരിച്ച ഒരു കാരിക്കേച്ചറാണ്. നമ്മൾ ഈ മാവേലിയുടെ രൂപം നമ്മൾ തന്നെ സൃഷ്ടിക്കുകയും ചെയ്തതാണ്. ഈ കുറച്ച് നാളുകളായി മാവേലിക്ക് ഒരു ശബ്ദം കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ മാവേലി എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ ശബ്ദം എന്ന് പറയുന്നത് ഇന്നസെന്റ് ഏട്ടന്റെ ശബ്ദമായി മാറിയിരിക്കുകയാണ്. അല്ല, ഇത്രയും സുന്ദരനാക്കണമായിരുന്നു. അങ്ങനെ സത്യൻ ചേട്ടൻ്റെ അഭിപ്രായം എന്താ? അത് ഇപ്പം മാവേലി ജീവിച്ചിരിക്കാത്തതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അതല്ലെങ്കിൽ മാവേലി തീർച്ചയായിട്ടും ഇന്നസെന്റിന് എതിരായിട്ടും അത് വരയ്ക്കുന്ന കേസ് കൊടുക്കും. ഞാൻ ഇത് ആദ്യം വിചാരിച്ചിട്ടുണ്ട് ആണല്ലേ. ഞാനാണ് സത്യനെ വിളിച്ചോണ്ട് വന്നത്. ഞാൻ വിളിച്ചത് എന്നെ പറ്റി 4 വാക്ക് പുകഴ്ത്തി പറയാ, അങ്ങനെയൊക്കെയല്ലേ ആൾക്കാർ അല്ലേ? അപ്പോ അത് വളരെ മോശമായി. പക്ഷെ ഇന്നസെന്റ് നേരത്തെ പറഞ്ഞ പോലെ ഈ വരയ്ക്കാത്ത കാർട്ടൂണിസ്റ്റ് എന്ന് പറയുന്നത് ശരി. പക്ഷെ ഇന്നസെന്റിന്റെ ഓരോ സംഭാഷണങ്ങളിലും ഓരോ കഥകളിലും നിറഞ്ഞു നിൽക്കുന്ന കാർട്ടൂൺ തന്നെ. വരച്ചാൽ തീരാത്ത അത്രയ്ക്കും വലിയ കാർട്ടൂണുകളാണ് ഇന്നസെന്റ് ഓരോ സമയത്തും പ്രകടിപ്പിക്കുന്നത്. അല്ല, അതുകൊണ്ടാണ് മറ്റൊരു സിനിമക്കാരനെ പിടിക്കാതെ ഇന്നസെന്റ് ഏട്ടൻ തന്നെ ഞങ്ങളുടെ. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇന്നസെന്റിനെ എൻ്റെ എല്ലാ സിനിമകളിലും ഇടുന്നത് എല്ലാവരും ധാരണ ഇന്നസെന്റിന്റെ അഭിനയ മികവ് കാരണമാണെന്നാണ്. സത്യത്തിൽ ഞാൻ ഞങ്ങളുടെ ടോട്ടൽ സെറ്റിൽ എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നസെന്റിനെ സത്യം പറഞ്ഞു. അല്ല, എൻ്റെ അടുത്ത് ഇതിലെ അത് ഒരു സത്യമാണ്. പ്രിയദർശൻ പറഞ്ഞത് ഞാൻ ഇതുപോലെ തന്നെ പറഞ്ഞു. ഞാൻ വെച്ചാൽ ഹിന്ദി പടത്തിൽ അഭിനയിക്കാൻ എന്നെ ഇവിടുന്ന് കെട്ടി വിളിച്ച് കൊണ്ടുപോകേണ്ട കാര്യമൊന്നുമില്ല, അവിടെ ഇല്ല ഇഷ്ടം പോലെ ആൾക്കാരിന് ചോദിച്ചപ്പോൾ അല്ല തൻ്റെ റോൾ ചെയ്യാൻ അവിടെ പറ്റിയ ആൾക്കാരില്ല, അതങ്ങനെ സത്യം പറയാന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു കുറച്ച് ദിവസം തൻ്റെ കൂടെ ഒന്ന് ഇരിക്കാലോ എന്ന് വിചാരിച്ചിട്ട് വിളിച്ചുകൊണ്ട് വരുന്നതാണ്. അതും നല്ലതല്ലേ. എത്രയോ ആൾക്കാർ ഒരിക്കലും എൻ്റെ അടുത്ത് വരില്ലേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ സത്യൻ ചേട്ടനോട് ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഇന്നസെൻ്റ് ചേട്ടൻ കാർട്ടൂണിൻ്റെ കുറേ അനുഭവങ്ങൾ പറഞ്ഞു. സത്യൻ ചേട്ടന് ഈ കേരളത്തിലെ കാർട്ടൂണിസ്റ്റുകളോടും ഉള്ള ആ ഒരു സമീപനം, അതായത് കാർട്ടൂണിൽ ആദ്യം ചിത്രീകരിക്കപ്പെട്ട ഒരു ഇൻസിഡൻറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് ഓർക്കാമോ? വളരെ പെട്ടെന്ന് ഒരു പ്രേക്ഷകൻ്റെ അല്ലെങ്കിൽ വായനക്കാരൻ്റെ കാഴ്ചക്കാരൻ്റെ ഉള്ളിലേക്ക് കയറി വന്നിട്ട് ഒരു കറക്റ്റ് മാറ്റർ സ്ട്രെയിറ്റ് ടു ദി ഹാർട്ട്, പെട്ടെന്ന് മനസ്സിലേക്ക് കയറുന്ന
ഒരു കലയാണ് കാർട്ടൂൺ. അപ്പോൾ എനിക്ക് എൻ്റെ ഇപ്പോൾ ഇന്നസെൻറ്റിന് വരയ്ക്കുന്ന പോലെയൊന്നും എന്നെയൊന്നും അത് വളരെ കൂടുതൽ വരച്ചിട്ടൊന്നുമില്ല. പക്ഷേ എൻ്റെ മക്കൾ ചെറിയ കുട്ടികളായിരിക്കുന്ന സമയത്ത് പറയാറുണ്ട് അച്ഛൻ്റെ ചുണ്ട് വഞ്ചി പോലെയാണെന്നൊക്കെ പറയാറുണ്ട്. കാര്യം ഒരു ഏറ്റവും കൂടുതൽ കാരിക്കേച്ചറിലൊക്കെ കാർട്ടൂണിലൊക്കെ പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്നത് ഇപ്പം നായനാരുടെ ബീഡി പോലെ എൻ്റെ ചുണ്ട് വായ മീശ അതൊക്കെ വെച്ചിട്ടാണ് ആളുകൾ കാണിക്കാറുള്ളത്. ചിലത് വളരെ അർത്ഥവത്തായ ചില കാർട്ടൂൺസ് നമുക്ക് തോന്നും. അതായത് ഒരു വലിയ എസ്സേ അല്ലെങ്കിൽ വലിയ പ്രബന്ധത്തെക്കാളും ശക്തിയുള്ളത്. ഒരിക്കൽ OV വിജയൻ്റെ ഒരു കാർട്ടൂൺ വളരെ പണ്ട് ഞാൻ കണ്ടത് എനിക്ക് ഓർമ്മയുണ്ട്. ഒരു സ്വാതന്ത്ര്യ ദിനത്തിന് ഒരു മാതൃഭൂമിയില വന്നതെന്ന് തോന്നുന്നു. ഒരു ഓപ്പൺ പ്ലേസിൽ ഒരു മനുഷ്യൻ ഇങ്ങനെ കയ്യും വീശി നിൽക്കുകയാണ്. എനിക്ക് ചാടാൻ മതിലുകളില്ല, എനിക്ക് പൊട്ടിച്ചെറിയാൻ ചങ്ങലകളില്ല, ഈ സ്വാതന്ത്ര്യത്തിൽ നിന്ന് ഞാൻ എങ്ങനെ രക്ഷപ്പെടും എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ വളരെ പെട്ടെന്ന് മനസ്സിലേക്ക് എടുക്കുന്നതാണ്. സിനിമക്കാരെ പ്രത്യേകിച്ചും ഫോക്കസ് ചെയ്യുന്നത് ആക്ടേഴ്സിനും അതല്ലെങ്കിൽ ഈ ഇപ്പോൾ എന്നെ പോലെ സംവിധായകരൊക്കെ ചെറിയ രീതിയിൽ കളിയാക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്കിത് ഒരു സന്തോഷമുള്ള എൻ്റെ അവരെങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞാൽ എൻ്റെ ഇരട്ടക്കുട്ടികളിൽ ഒരുത്തൻ കാർട്ടൂൺ വരയ്ക്കും, അവൻ കാരിക്കേച്ചറൊക്കെ വരയ്ക്കും. അവനാണ് എന്നെ ഏറ്റവും തമാശ രൂപത്തിൽ സ്വകാര്യമായി എൻ്റെ വീട്ടിൽ അവൻ എന്നെ വരച്ചിട്ടുള്ള ഒരുപാട് കാർട്ടൂണുകളുണ്ട്. ഇന്നസെന്റേട്ടനെ കൊണ്ടൊക്കെ നമ്മൾ ഈ കുറെ ഡയലോഗുകൾ പറയിപ്പിച്ചിട്ടുണ്ടല്ലോ, കാർട്ടൂൺ ഡയലോഗുകൾ തന്നെ പലപ്പോഴും പറയിപ്പിച്ചിട്ടുണ്ട്. ചേട്ടൻ്റെ സിനിമയിൽ തന്നെ നാടൻ തമാശകളും ഒക്കെ ഇന്നസെന്റേട്ടൻ്റെ ജീവിതത്തിൽ നിന്ന് അടർത്തിയെടുത്ത പല അനുഭവങ്ങളും നമ്മൾ സിനിമയിൽ ചേർത്തിട്ടുണ്ട്. അതെ, ഇന്നസെൻറ്റിൻ്റെ ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞൊരു തമാശ രീതിയിൽ പറഞ്ഞാണ്. ഇന്നസെൻറ്റിൻ്റെ ഒരു പെർഫോമൻസിൽ കാർട്ടൂൺ അടങ്ങിയിട്ടുണ്ട്. ഇന്നസെൻറ്റിൻ്റെയും ശ്രീനിവാസ് കിലുക്കത്തിൽ ലോട്ടറി അടിച്ചു കഴിഞ്ഞിട്ടുള്ള എക്സ്പ്രഷൻ അതൊരു കാർട്ടൂൺ തന്നെയാണ്, സെല്ലോയിഡിൽ വരച്ചു വയ്ക്കപ്പെട്ടിട്ടുള്ള കാർട്ടൂണാണ്. പിന്നെ ഇന്നസെൻറ്റിൻ്റെ അത്ഭുതകരമായ പെർഫോമൻസ്. ഞാൻ പ്രിയദർശനെ വിളിച്ചിട്ട് ചോദിച്ചു. പ്രിയദർശൻ പറഞ്ഞ് എനിക്കൊരു സെക്കൻഡ് ടേക്ക് എടുക്കാൻ ഒരിക്കലും പറ്റില്ലാത്ത ഒരു ഷോട്ടാണ്. ഇപ്പോൾ ചന്ദ്രലേഖ എന്നുള്ള സിനിമയിൽ ആൽബി എന്ന് പറയുന്ന ഒരു കഥാപാത്രമായി മോഹൻലാൽ കിടക്കുമ്പോൾ, അല്ല ഈ മോഹൻലാൽ ഇരിക്കുമ്പോൾ കിടക്കുന്നത് സുകന്യ. അപ്പോൾ സുകന്യക്ക് ബോധം തെളിഞ്ഞിട്ട് ഈ നിൽക്കുന്നവരിൽ ഇവൻ ആൽബി അല്ല എന്നുള്ളത് അവർക്കറിയാം. ആ സത്യം പറയാൻ പോകുന്ന ഒരു നിമിഷമുണ്ട്. അപ്പോൾ അതിൽ അവസാനം അവൾ ഇത് ആൽബിയാണെന്ന് പറയുന്ന സമയത്ത് ഇന്നസെൻറ്റിൻ്റെ ഒരു ക്ലോസപ്പ് പ്രിയദർശൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. മുഖത്തിൻ്റെ ഒരു ഭാഗം കൊണ്ട് ചിരിക്കുകയും ഒരു ഭാഗം കൊണ്ട് കരയുകയും ചെയ്യുന്ന അത്ഭുതകരമായൊരു പ്രതിഭാസമാണ്. അത് ഏകലോചനം എന്നല്ല പറയുന്നത്, രണ്ട് ലൈനാണ്. അത് ഒരു ഭാഗം ഇങ്ങനെ വിറയ്ക്കുന്നതാണ് ഫേസിൽ, മറ്റേ ഭാഗം കരച്ചിലോ സന്തോഷം എന്താണെന്ന് അറിയാൻ പറ്റും. അപ്പോൾ പ്രിയം പറഞ്ഞത് അത് ലോകത്ത് ഒരിക്കലും ഒരാൾക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു എക്സ്പ്രഷനാണ്. അപ്പോൾ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ സ്ക്രീനിലെ കാർട്ടൂണാണ്. അല്ല, ഞാൻ എന്താ ചെയ്യുക, എനിക്ക് നോ ഡയലോഗ്. അതാ ഡയലോഗില്ല, ഒറ്റ ഡയലോഗില്ല. അപ്പം എൻ്റെ ഒരു ടെൻഷനാണ്. ഈ പെണ്ണ് പറയാണ് ഇയാൾ ആൽബി അല്ല എന്ന് പറയുകയാണെങ്കിൽ ഇയാളെ കൊണ്ടുവന്ന ഒരാൾ ഞാൻ ആ കുടുംബമായിട്ട് വലിയ ബന്ധമുള്ള ആളാണ്. എൻ്റെ ജീവിതം മുഴുവനും പോവാണ്. അപ്പം ഉണ്ടാവുന്ന ഒരു മാനസികാവസ്ഥയുണ്ട്. അപ്പം പ്രിയൻ എന്നോട് പറഞ്ഞു, തൻ്റെ മുഖത്ത് കുറച്ച് സംഭവങ്ങൾ ഇത് മാത്രം ആലോചിച്ചിട്ട് അങ്ങോട്ട് ഉണ്ടാക്കിയാൽ മതി, ക്യാമറ കറക്റ്റായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ. പിന്നീട് നമ്മൾ കണ്ടപ്പോഴും നമുക്ക് തോന്നിയത് ശരിയാണ്. ഞാൻ ഈ തൂവൽ കൊട്ടാരം സത്യൻ്റെ പടത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബിന്ദു പണിക്കർ അവിടെ, പിന്നെ ആരാണ്, ഒടിയൂർ ഉണ്ണിഷ്, ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ ഈ വീടിൻ്റെ മുന്നിൽ കൂടെ സൈക്കിളിൽ അങ്ങോട്ട് ഇങ്ങനെ ചെക്കന്മാർ പോകണമെന്ന് അങ്ങോട്ട് പറയുന്നു. അത് ഈ ബിന്ദു പണിക്കരുടെ അനിയത്തി. അപ്പോൾ ഈ ബിന്ദു പണിക്കർ പറയാം, ഞങ്ങൾ ഇത്രയും ആളുകളൊക്കെ ഇവിടെ ഉണ്ടായിട്ട് ഇത്രയും സുന്ദരിമാരായിട്ടുള്ള ആൾക്കാരൊന്നും ഉണ്ടായിട്ട് ഇന്ന് വരെ ഒരാൾ ഇവിടെ സൈക്കിൾ വെച്ചിട്ട് തിരിഞ്ഞിട്ടില്ല. ആര്? ഈ ഭാര്യയായിട്ടുള്ള ബിന്ദു പണിക്കർ പറയാണ്. ആ പറയുന്ന വഴിക്ക് ബിന്ദു പണിക്കരപ്പോൾ കാണാൻ വലിയ കുഴപ്പമൊന്നുമില്ല, ഇന്നത്തെ പോലും അല്ല, അന്ന് അതിനേക്കാളും ഭംഗിയൊക്കെ. അപ്പം ഞങ്ങൾ ഇത്രയും സുന്ദരികളൊക്കെ ഇവിടെ ഉണ്ടായിട്ടും ആരും ഇതുവരെ സൈക്കിളിൽ അങ്ങോട്ട് പോയിട്ടില്ല. കാരണം അങ്ങനെ ചീത്തപ്പേര് ഇല്ല. സുന്ദരികൾ എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ ഞാൻ അവരെങ്ങനെ ഒരു നോട്ടം നോക്കുന്നുണ്ട്. അത് സത്യം ക്ലോസപ്പ് എടുത്തു ഇവർ പറയുന്നതും അത് കഴിഞ്ഞാൽ എൻ്റെ ഒരു നോട്ടം. അതിന് തിയേറ്ററിൽ ഭയങ്കര ചിരിയാണ്. കാരണം ഈ സ്ത്രീ സുന്ദരി അല്ല എന്ന് തെളിയിക്കും. അപ്പൊ ഞാൻ സത്യനോട് ചോദിച്ചു, ഇതെന്താണ്? സത്യം പറഞ്ഞത് ഏറ്റവും വലിയ സുന്ദരിയാണത് പറയുന്ന സമയത്ത് നിങ്ങൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അവള് സുന്ദരി അല്ലാതായിട്ട് പോകുന്ന പറയുന്നത്. ഇപ്പോൾ ഈ സംഗമത്തിൽ ഒട്ടേറെ കാർട്ടൂണിസ്റ്റുകൾ വീണ്ടും വന്നു. ഇന്നസെൻ്റ് ഏട്ടൻ്റെ സുഹൃത്തുക്കൾ എത്തിയിരിക്കുന്നു. നമുക്ക് വീണ്ടും അവരോടൊപ്പം വീണ്ടും ചേരാം.
ഞാൻ ഇവിടെ ഇപ്പോൾ ഇരിക്കുന്ന അവരെയൊക്കെ ചിലർ നിങ്ങൾക്ക് പരിചയം ഉണ്ടായിരിക്കും. പക്ഷെ എന്നാലും ഞാൻ പരിചയമില്ലാത്ത അവർക്ക് വേണ്ടി ഞാൻ ഒന്ന് പരിചയപ്പെടുത്താം. മീനാക്ഷി തമ്പാൻ കൊടുങ്ങല്ലൂർ MLA ആയിരുന്നു. ടീച്ചർ ഇപ്പോഴും രാഷ്ട്രീയത്തിൽ സജീവമായിട്ടുണ്ട്. പിന്നെ ഇദ്ദേഹത്തെ പറ്റി ഞാൻ പറയേണ്ട, ഡയറക്ടർ സത്യൻ അന്തിക്കാട്, അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ അദ്ദേഹത്തെ പറ്റി പറയേണ്ട എന്ന് പറയുന്നതല്ല, അദ്ദേഹത്തിനെ പറ്റിയും പറഞ്ഞില്ലെങ്കിൽ അതെനിക്ക് ദോഷങ്ങളുണ്ടാവും. പല സിനിമകളും സംവിധാനം ചെയ്യുന്ന ആളുകളാണ് സത്യൻ അന്തിക്കാട്. തൊട്ടപ്പുറത്ത് രാമനാഥൻ മാസ്റ്റർ ബാലസാഹിത്യത്തിൻ്റെ ഒരാളാണ് ഒന്ന്. അതുകൂടാതെ അദ്ദേഹം ഒരുപാട് ചെറുകഥകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഞാൻ രാമനാഥൻ മാഷ് സ്കൂളിൽ ഞാൻ പഠിച്ചിരുന്ന കാലത്തൊക്കെ രാമനാഥൻ മാഷ് മുതിർന്ന ക്ലാസ്സുകളിലാണ് പഠിപ്പിക്കാറ്. അപ്പോൾ ആ സമയത്ത് രാമനാഥൻ മാഷ് പറഞ്ഞ കഥകൾ എൻ്റെ ജ്യേഷ്ഠൻ എന്നോട് രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് പറയാറുണ്ട്. അപ്പോൾ ഞാൻ ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ ഞാൻ വേറൊരു സ്കൂളിലാണ് പഠിക്കണേ. ദൈവമേ, എങ്ങനെ രാമനാഥൻ മാഷ് കഥ നമുക്ക് കേൾക്കാൻ പറ്റും? അതിനു വേണ്ടി മാത്രം ഞാൻ ആ സ്കൂളിൽ നിന്നും പോന്നു എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ പഠിച്ചിരുന്ന സ്കൂളിൽ നിന്ന് പുറത്താക്കി എന്ന് പറയാം. തൊട്ടപ്പുറത്ത് റിട്ടയേർഡ് സൂപ്രണ്ട് ഓഫ് പോലീസ്, ഇദ്ദേഹം മോഹൻ, VV മോഹൻ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. ക്രൈസ്റ്റ് കോളേജിലാണ് ഇദ്ദേഹം പഠിച്ചത്. നാഷണൽ സ്കൂളിൽ അദ്ദേഹം പഠിച്ചിട്ടുണ്ട്. ഞാനും അദ്ദേഹമൊക്കെ ഒരേ സ്കൂളിൽ പഠിച്ചു എന്നർത്ഥം. അപ്പോൾ അദ്ദേഹം സൂപ്രണ്ട് പോലീസൊക്കെ ആവുന്നതിനേക്കാൾ മുമ്പ് അദ്ദേഹം ഒരു SI ആയിട്ട് നിലമ്പൂർ അവിടെ അദ്ദേഹം ജോലി ചെയ്യുന്ന കാലത്ത് ഒരു സിനിമ അവിടെ ഷൂട്ട് ചെയ്തു, പ്രേതങ്ങളുടെ താഴ്വരയിൽ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ പോലീസ് സഹായം വേണം ആ ഷൂട്ടിങ്ങിനായിരിക്കും. അപ്പോൾ എൻ്റെ അടുക്ക് അതിൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഇരിഞ്ഞാലക്കുടക്കാരനായിട്ട് മോഹൻ എന്ന് ആ മോഹനെ പരിചയമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഏറ്റു. അപ്പോൾ ഇദ്ദേഹത്തിന് ഞാനൊരു നടനായി കാണണമെന്ന് വലിയ ആഗ്രഹമുണ്ട്, ഇന്നത്തെ സൂപ്രണ്ട് പോലീസ് മോഹന്. അപ്പം മോഹൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞു. ഇദ്ദേഹം ഇല്ലാത്ത പോലീസുകാരെ മറ്റ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വരെ കൊണ്ടുവന്ന് ഷൂട്ടിങ്ങൊക്കെ ഗംഭീരമാക്കി ഭംഗിയാക്കി കൊടുത്തു. പക്ഷെ ആ പടത്തിനകത്ത് എനിക്ക് റോൾ ഉണ്ടായില്ല എന്നുള്ളതാണ് കാര്യം. അപ്പം എൻ്റെ അടുക്കെ പറഞ്ഞു തനിക്ക് വേണ്ടി ഇത്രയും വലിയ കാര്യം ഞാൻ ചെയ്തു കഴിഞ്ഞിട്ട് അതുകൊണ്ട് തനിക്കൊരു ഗുണം കിട്ടിയില്ല എന്ന് പറയുമ്പോൾ, അപ്പോൾ ആ സമയത്താണ് പിന്നീട് സുരാസു എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊക്കെ നമ്മളറിയുന്ന അപ്പോൾ ഇദ്ദേഹത്തിന് പരിചയപ്പെടുത്തി കൊടുത്തു. കാരണം അദ്ദേഹവും സിനിമയ്ക്ക് വേണ്ടി കഥകളും കാര്യങ്ങളൊക്കെ എഴുതുന്നുണ്ട്. അപ്പം നമുക്കൊരു സഹായം ഇനി അതിൽ കൂടെ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുത്തി കൊടുത്തതിന് ശേഷം പിന്നെ ഉണ്ടായ സംഭവം അദ്ദേഹം ഒരു ദിവസം പറഞ്ഞു, മേലിൽ ഇങ്ങനെയുള്ള ആളുകളെ പരിചയപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഞാൻ ഏതെങ്കിലും കേസിൽ കൂട്ടിക്ക് ചിലപ്പോൾ അകത്ത് കൊണ്ടിട്ടെന്ന് പറഞ്ഞു. കാരണം എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ ക്വാർട്ടേഴ്സിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഇയാളും വേറെ ആളുകളും കൂടി അവിടെ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്. മാത്രമല്ല ഒരു ദിവസം ഇദ്ദേഹത്തിനോട് പറഞ്ഞു, ഇങ്ങനെയൊക്കെ ഇരുന്നാൽ മതിയോ, ഇവിടെ വെപ്പൻസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നമുക്കൊരു വിപ്ലവം സ്റ്റാർട്ട് ചെയ്തുകൂടെ? മനസ്സിലായോ? അപ്പം അതാണ് എനിക്കുണ്ടായത്. ഇനി ആ അറ്റത്ത് ഇരിക്കുന്ന ആള് അദ്ദേഹം ഇരിഞ്ഞാലക്കുട മുനിസിപ്പൽ ചെയർമാനാണ്, എൻ്റെ ഒരു ബന്ധുവാണ്. അദ്ദേഹത്തിൻ്റെ പിതാവും ഇരിഞ്ഞാലക്കുട മുനിസിപ്പൽ ചെയർമാനായിരുന്നു. ഞാനും ഇദ്ദേഹവും ഒരേ കാലഘട്ടത്തിൽ ഇരിഞ്ഞാലക്കുട ഡോൺ ബോസ്കോ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. അദ്ദേഹം എന്നെക്കാളും ജൂനിയറാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ പഠിക്കാൻ പറ്റാത്തതിൽ എനിക്ക് ദുഃഖമുണ്ട്. അപ്പോഴേക്കും ഞാൻ ആ സ്കൂളിൽ നിന്ന് പോയി, അതുകൊണ്ടായിരിക്കാം കൂടെ പഠിക്കാൻ പറ്റാത്തത്. എൻ്റെ വളരെ വേണ്ടപ്പെട്ട സുഹൃത്തുമാണ്. ഇരിഞ്ഞാലക്കുട MLA ആണ് വരുന്നത്. ഞങ്ങളുടെ ഇരിഞ്ഞാലക്കുട MLA ആണ് തോമസ് ഉണ്ണിയാടൻ. അദ്ദേഹം രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇവിടെ ജയിച്ച് MLA ആയിട്ടുള്ളത്. അപ്പം അദ്ദേഹത്തെ കൂടെ ഞാൻ ഇതിൽ പരിചയപ്പെടുത്താം. ഇതിനിടയിൽ അന്തിക്കാട് സാറിനെ ഇവിടെ കാർട്ടൂണിസ്റ്റുകൾ കുറേ പേര് വരച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് നോക്കി, ചുണ്ട് വഞ്ചിതയാണെന്ന് മകൻ തന്നെ കണ്ടെത്തി. പണ്ട് ചെറുപ്പത്തില് നന്നായിട്ടുണ്ട്. ഉന്തി നിൽക്കുന്ന ചുണ്ടും കട്ടിയുള്ള മീശയും, പല്ലിന്റെ ഒരു വിടവ് ഉണ്ട്, പക്ഷെ പല്ല് പുറത്തേക്ക് വന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അനൂപ് കാർട്ടൂണിസ്റ്റ് എറണാകുളത്ത് തന്നെ ഉള്ളതാണ്. MLA ആയി എന്ന് പറയുമ്പോൾ ഏതാണ്ട് 8-9 വർഷമായി. ഈ 9 വർഷത്തിൻ്റെ ഇടയിൽ എനിക്ക് തോന്നുന്നു ഇരിഞ്ഞാലക്കുടക്കാരുടെ എല്ലാ പരിപാടികളിലും ഇന്നസെൻ്റ് ഏട്ടൻ എത്താറുണ്ട്. തീർച്ചയായും MLA എത്തും. അപ്പം എങ്ങനെ വിലയിരുത്തുന്നു ഇന്നസെൻ്റ് ഏട്ടനോടുള്ള ഒപ്പമുള്ള വേദികൾ പങ്കിടൽ? സാധാരണ കലാകാരന്മാർക്ക് നാട്ടിൽ വലിയ അഭിപ്രായങ്ങളോ താല്പര്യങ്ങളോ ഒന്നും ഇല്ലാതെ വരുന്നതും കാണാറുണ്ട് നമ്മൾ. അവർക്ക് നാട്ടുകാരെക്കുറിച്ചോ നാട്ടിലെ പരിപാടികളെക്കുറിച്ചോ അവരിങ്ങനെ ഒരു ഉപരിതലത്തിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യം.
പക്ഷേ ഇന്നസെൻ്റ് ഏട്ടൻ ഞങ്ങൾക്കിടയിലാണ്. അതാണ് ഞങ്ങൾക്ക് പറഞ്ഞാൽ ശരിക്കും ഇഷ്ടം അദ്ദേഹത്തെ. ഇന്നസെൻ്റിൻ്റെ കാര്യം MLA പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് കുറച്ചുകൂടെ ക്ലാരിഫൈ ചെയ്തു. അപ്പോൾ വിജയിക്കുന്ന ഓരോ പുരുഷൻ്റെ പിന്നിൽ ഒരു സ്ത്രീ ഉണ്ടെന്ന് പറയാറുണ്ട്. പക്ഷെ പലയിടത്തും സ്റ്റേജിൽ ഇന്നസെൻ്റ് ഏട്ടൻ സ്വന്തം പിന്നിലെ സ്ത്രീയെക്കുറിച്ച് പറയും. പക്ഷെ വേദികളിൽ പലപ്പോഴും ഈ സ്ത്രീ ആലീസ് സഹധർമ്മിണി. അതെ, ഇത് ഇന്നസെൻ്റ് ഏട്ടൻ തന്നെ ഒന്ന് പറഞ്ഞാൽ നന്നായിരിക്കും എന്ന് ഞങ്ങൾക്കൊരു അഭ്യർത്ഥനയുണ്ട്. ഇപ്പോൾ MLA പറഞ്ഞതുപോലെ തന്നെ നമ്മൾ വന്ന വഴികൾ, കാര്യങ്ങൾ പലരും പല രീതിയിൽ പറയും. ചിലർ വളരെ സങ്കടകരമായിട്ട് പറയും, മദ്രാസിൽ ഞാൻ പട്ടിണി കിടന്നു, കഷ്ടപ്പെട്ടു, അങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു. പക്ഷേ മദ്രാസിൽ പട്ടിണി കിടന്ന സമയത്തും സിനിമയ്ക്ക് വേണ്ടി, സിനിമയിൽ ഒരു നടനാവാൻ വേണ്ടി ഉള്ള ആ സമയത്തും ഭക്ഷണമൊന്നും കഴിച്ചില്ലെങ്കിലും ഞാനതിന് വളരെ ഹ്യൂമറായിട്ടാണ് കാണാറ്. എനിക്കത് ഭയങ്കര നേരം പോക്കായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഓരോ സ്ഥലങ്ങളിൽ പോയിട്ട് റോള് പോയിട്ട് ചോദിച്ചു വരുമ്പോൾ അവർ നമ്മളോട് പെരുമാറുന്ന രീതിയൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ചിരിയാണ്. അവരുടെ മുമ്പിൽ ചിരിക്കല്ല, അവരുടെ മുമ്പിലൊക്കെ വളരെ ഭവ്യത. പല സ്ഥലത്ത് ചെല്ലുമ്പോൾ പറയും കടലാസ് പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, സ്ക്രിപ്റ്റ്. അപ്പോൾ കടലാസ് പണി നടന്നുകൊണ്ടിരിക്കുകയെന്നൊക്കെ ആ കാലഘട്ടത്തിൽ കേൾക്കും. പിന്നെ മൊഴികൾ എഴുതിയിട്ടില്ല, ഓരോ വാക്കുകൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പം മൊഴികൾ എഴുതിയിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ശരി. അപ്പം നമ്മൾ നടന്ന് തിരിച്ചു പോകുമ്പോൾ ഇയാൾ എന്നാണാവോ മൊഴി എഴുതി കഴിയുക. നമ്മൾ അങ്ങനെ ഒരു നേരം പോക്ക് പെട്ടെന്ന് ആസ്വദിക്കുന്നതാണ്. ഈ കടലാസുകൾ പണി നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന കമ്പനിയിലേക്ക് ഞാൻ ഇടയ്ക്ക് പോകാറുണ്ട്. കമ്പനി വേറെ ഒന്നല്ല, മഞ്ഞിലാസ് വലിയ കമ്പനിയാണ്. അപ്പോൾ ഒരു ദിവസം അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ റോളൊന്നും കിട്ടാണ്ടായപ്പോൾ താഴെയുള്ള ആളോട് ഞാൻ ചോദിച്ചു, ഇവിടെ എന്താ പ്രസ് നടത്താണോ എന്ന് ചോദിച്ചു. അതിനുശേഷം പിന്നെ അവിടെ പോയിട്ടില്ല, ഞാൻ പോകേണ്ടി വന്നില്ല. കാരണം അപ്പം നമ്മളിതൊക്കെ ഒരു നേരം പോക്ക് ഇതിലാണ്. ദാരിദ്ര്യമാണെങ്കിലും ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ നമ്മൾ അങ്ങനെ എടുക്കുന്നു. പിന്നെ ആലീസിനെ പറ്റി പറയുന്നു എന്ന് പറയുന്നത്, ആലീസിന് ഞാൻ പുകഴ്ത്തിയിട്ടല്ല പറയാറ്. പലപ്പോഴും പല ഇതിൽ അത് പലരും ചിലർ പറയും എൻ്റെ ഭാര്യയാണ് എൻ്റെ പിന്നിൽ എന്നൊക്കെ പറയും. ഇവളില്ലെങ്കിൽ ഞാനില്ല എന്ന്. കാരണം വീട്ടിൽ പോയാൽ നല്ല പെടകൊള്ളും, മനസ്സിലായോ? പക്ഷെ ആലീസിൻ്റെ കാര്യത്തിൽ ഞാൻ ഇവളാണ് പിന്നിൽ നിന്നും ഞാൻ പറയാറില്ല, എൻ്റെ പിന്നിൽ. അതുകൊണ്ടാണ് ഇതൊക്കെ സത്യം എല്ലാവർക്കും അറിയാം. നമ്മുടെ ഫാമിലിക്കകത്ത് മാനസികമായിട്ട് സുഖം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഏത് കാര്യങ്ങളും ചെയ്യാൻ പറ്റുള്ളൂ. MLA ആയാലും മന്ത്രി ആയാലും എഴുത്തുകാരനാണെങ്കിലും ഒക്കെ വീട്ടിൽ നിന്ന് നമ്മൾ പോയി വീട്ടിലേക്ക് വരുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്നൊരു ആശ്വാസ വാക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതില്ലെങ്കിൽ എല്ലാം കഴിഞ്ഞു പോയി. പിന്നെ ആലീസിനെ പലപ്പോഴും കരുവാക്കി എടുക്കുന്നത് മറ്റു പലർക്കും അപ്പം മനസ്സിലാവും. എനിക്ക് കുറ്റം പറയാമല്ലോ എൻ്റെ ഭാര്യ. എനിക്ക് അയൽവക്കത്തുള്ള റോസ്ലിനെയും കല്യാണിനെയും കുറ്റം പറഞ്ഞാൽ അവിടെ നിന്ന് നല്ല അടിയുള്ളൂ എനിക്കില്ലേ. ഇതാവുമ്പോൾ ഞങ്ങൾ തമ്മിൽ പറഞ്ഞ് ഓർപ്പിച്ചിട്ട് വരുന്ന കാര്യങ്ങളാണ്. നമ്മുടെ SP സാറ് നമ്മോടൊപ്പം തന്നെയുണ്ട്. റിട്ടയേർഡ് SP ആണെങ്കിലും ഈ ഒരുപാട് കള്ളന്മാരെയും നുണ പറയുന്ന ആളുകളെയും ഒരുപാട് പേരെയൊക്കെ കണ്ടിട്ടുള്ള ഇന്നസെൻ്റ് ഏട്ടൻ എപ്പോഴെങ്കിലും സ്വാധീനിച്ചിട്ടുണ്ടോ? അത് എല്ലാത്തിനും ഒരു ഫണ്ണി ആയിട്ടുള്ള അപ്രോച്ച് പോലീസിലുണ്ട് എനിക്ക്. അത് എൻ്റെ ഒരു അദ്ദേഹത്തിനോട് വളരെ യോജിക്കുന്ന ഒരാളാണ്. അതിൽ എന്തിനെ ഒരു തമാശയിൽ കാണുക എന്നുള്ളത് എൻ്റെ ഒരു നേച്ചറാണ്, അദ്ദേഹത്തിൻ്റെ നേച്ചറാണത്. അത് എന്താ പറയുക, പോലീസിലത് വളരെയധികം പ്രയോഗം ചെയ്തിട്ടുണ്ട്. പോലീസിൽ സ്വതേ ഒരുവിധം സെൻസുള്ളവർക്ക് തന്നെ ഭ്രാന്ത് പിടിക്കുന്ന സാധനമാണ്. അപ്പോൾ അതിലെല്ലാം തമാശ കാണുക, എല്ലാത്തിനെയും ഒരു ഫണ്ണിയായിട്ട് കാണുക. അപ്പോൾ നമ്മുടെ ദേഹത്ത് തൊടാതെ, നമ്മുടെ നെഞ്ചിൽ തൊടാതെ, ഹൃദയത്തുമ്പോൾ തൊടാതെ ഇതിൽ നിന്ന് നമുക്ക് കഴിച്ചെല്ലാൻ പറ്റും. അത് പോലീസിലെ ജീവിതത്തിന് എപ്പോഴും എന്തിനേയും പ്രശ്നത്തിനും ഫണ്ണിയായിട്ട് കാണുന്ന അദ്ദേഹത്തിൻ്റെ അപ്രോച്ച് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ അപ്രോച്ചിന് പ്രത്യേകത ഒരു നമ്പൂരിബലിതന്മാരിയാണ്. സ്വയം വിമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം അത് ആസ്വദിക്കുക. പിന്നെ അദ്ദേഹത്തിനെ കൊണ്ട് ഞാനൊരു തവണ ശുപാർശ പറയാൻ പോയി നായനാർ സാറിൻ്റെ അടുത്ത്. അതൊരു തമാശയുള്ള കാര്യം. നായനാർ സാറ് മുഖ്യമന്ത്രിയുടെ കാലത്ത് ഞാൻ എറണാകുളത്ത് ഇലക്ട്രിസിറ്റി ബോർഡിൽ വിജിലൻസ് SP ആണ്. അപ്പോൾ എനിക്ക് നാട്ടിലേക്ക് വരണം. അപ്പോൾ ഇദ്ദേഹം കൊച്ചിൻ ഹനീഫയും കൂടി ഞാൻ താമസിക്കുന്ന ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഗസ്റ്റ് ഹൗസിൽ വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് കളിക്കുകയാണ്, എന്ന് പോണല്ലോ നടക്കി. അപ്പോൾ ഇദ്ദേഹത്തിനെ പ്രയോഗിക്കാം, ഈസ് എ വെരി പോപ്പുലർ മാൻ. അപ്പോൾ ഇദ്ദേഹത്തിനെ പ്രയോഗിച്ചാൽ ഇവിടെ നാട്ടിലേക്ക് വരാം എന്നുള്ള പ്രതീക്ഷയിൽ ഇദ്ദേഹത്തിന് വണ്ടി കയറിക്കൊണ്ട് 9 മണിക്ക് ശേഷം പോണത്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ അടുത്ത് പോകാൻ പറ്റുന്നവർ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു പോലീസുകാരൻ എന്നുള്ള എനിക്ക് യു ക്യാൻ ഗസ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൂടെ മുഖ്യമന്ത്രിനെ കാണാൻ പോയിട്ട് പുറത്ത് നിർത്തി മുഖ്യമന്ത്രി കയറി ചെല്ലുമ്പോഴേക്കും പുറത്തിറങ്ങി നിൽക്കുന്നുണ്ട്. മറ്റേ അദ്ദേഹത്തിൻ്റെ കനോൺമെൻറ്റ് ഹൗസ് അല്ലേ അദ്ദേഹം, അതിൻ്റെ പുറത്തിറങ്ങി നിൽക്കുന്നുണ്ട്. ഇദ്ദേഹം തോളിൽ കൈയിട്ട് ഏതോ അമേരിക്കയിലും കണ്ട് പോയപ്പോൾ അവിടെ ഇദ്ദേഹം എന്തോ കാരണം നായനാർ സാർ പ്രസംഗിച്ച് മുമ്പ് ആളുകൾ ഇന്നസെൻ്റ് പ്രസംഗിക്കുന്നതുകൊണ്ട് ബഹളം കൂട്ടി തരാം. അപ്പോൾ നീ എന്നെ അവിടെ വെച്ച് വഷളാക്കിയാണ് എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹത്തിന് തോളിൽ കൈയിട്ട് അകത്തോട്ട് പോയി.
അപ്പോൾ ഞാനൊരു മുണ്ടും ഒരു SP എന്നുള്ള നിലയ്ക്ക് മുഖ്യമന്ത്രി കാണുന്ന വേഷമല്ല എൻ്റെ, ഒരു മുണ്ടും ഒരു ഷർട്ടും വിളിച്ചു. അപ്പം അകത്ത് കിടന്നു. അപ്പോൾ ഇങ്ങോട്ട് പറഞ്ഞിരിക്കുന്ന ട്രാൻസ്ഫറിന് കാരണം പറഞ്ഞിരിക്കുന്നത് അച്ഛന് പൈസ ചെയ്യുന്ന എൻ്റെ. അപ്പം എന്നെ കണ്ട വഴിക്ക് നായനാർ ഗവൺമെൻറ് ഇയാളുടെയാണ്, ഇയാൾ തന്നെ പൈസ ചെയ്യുന്നത്, ഇയാളുടെ അച്ഛൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ എന്നാണ് ആ പറഞ്ഞത്. ധോനി ഇയാളുടെയോ? അയാളുടെ തന്നെ. അപ്പം ഞാൻ ഒന്നും മിണ്ടുന്നില്ല. ഞാൻ ഒരു മുഖ്യമന്ത്രിയുടെ മുമ്പിൽ ഒരു SP അങ്ങനെ നിൽക്കണം, അങ്ങനെ നിൽക്കണേ ഞാൻ വളരെ നിശബ്ദമാണ്. പിന്നെ പോയി ശശിധരൻ അന്നത്തെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയെ കാണാൻ പറഞ്ഞു. അന്നേരം ശശിയെ പോയി കണ്ട് അത് ശരിയായി. അതിൻ്റെ പിറ്റേ ദിവസം ഐ ഗോട്ട് ദ ഓർഡർ ടു ജോബ്. നായനാർ സാറിൻ്റെ അടുത്ത് റെക്കമെൻഡ് ചെയ്ത രീതി ഒന്ന് പറയാം. എൻ്റെ സുഹൃത്താണ്, ഞങ്ങൾ ഒരുമിച്ച് കളിച്ച് വളർന്നവരാണ്, തൊട്ടയൽവക്കമാണ്. അച്ഛന് പ്രായമായി, അതുകൊണ്ട് അത് വേണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇദ്ദേഹത്തിനോട് ചോദിച്ചു, ഞാൻ പറഞ്ഞാൽ അതൊക്കെ കിട്ടുമെന്ന് ഞാൻ ഈ മോഹൻ സാറിനോട് ചോദിച്ചു എന്ന് ഞാൻ പറഞ്ഞു. ഇദ്ദേഹത്തിനോട് പറയണതാണ് നായനാർ സാർ. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ എന്തിനാ വന്നതെന്ന് വെച്ചാൽ എന്നെപ്പോലെയുള്ള ഒരാൾ ഇങ്ങനെയുള്ള ഒരാൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്താൽ നടക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അത് കിട്ടുമോ? നേരാണോ? ഇയാൾ ഒറ്റ ചിരിച്ചിട്ട് പറഞ്ഞു, കിട്ടുമോ? ആ പറഞ്ഞാലും കിട്ടും, ആ പറഞ്ഞത് ശരിയാ. ഇതാ ഒരു അല്ലെങ്കിൽ ഒരാൾ ഇങ്ങനെ റെക്കമെൻഡ് ചോദിക്കും, ഇങ്ങനെ ഇദ്ദേഹം പറയുന്നുണ്ട്, അപ്പൊ കിട്ടുമോ? അത് അങ്ങോട്ടാ ഞാൻ പോയി ചോദിക്കുക. പക്ഷെ അത് എന്തുകൊണ്ട് നായനാർ സാറിനോട് ചോദിക്കാൻ തോന്നിയെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് അതിന്റെ രസം മനസ്സിലായി. അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, ഞാൻ പറഞ്ഞത് കിട്ടും, ഓം പറഞ്ഞത് കറക്റ്റാ എന്ന് പറഞ്ഞു പോയി. മുനിസിപ്പൽ ചെയർമാൻ സാറ് ഒന്നും മിണ്ടാതിരിക്കുകയാണ്. അപ്പം ഇന്നസെൻ്റ് ഏട്ടനുമായിട്ടുള്ള ആ സൗഹൃദത്തിൻ്റെ, ബന്ധത്തിൻ്റെ, നർമ്മത്തിൻ്റെ. ഇന്നസെൻറ്റുമായിട്ട് പല അനുഭവങ്ങളും ഞങ്ങൾ തമ്മിലുണ്ട്. സ്കൂളിൽ പഠിക്കുന്ന കാലം മുതലേ ഒരുമിച്ച് വീട്ടിൽ നിന്ന് പോവുക, യാത്ര ചെയ്യുക, ഡോൺ ബോസ്കോ സ്കൂൾ വരെ പോവുക, അവിടുത്തെ കളികളിലും ബാക്കിയുള്ള കാര്യങ്ങളിലും പങ്കാളികളാവുക. അന്ന് മുതലേ ഇന്നസെൻറ്റിൻ്റെ കഴിവുകളൊക്കെ മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അത് കുറേ കൂടി പ്രകടമായിട്ട് എനിക്ക് മനസ്സിലായത് ഇന്നസെൻ്റ് അന്ന് സിനിമയിൽ വന്നു തുടങ്ങിയിട്ടുള്ളൂ, വന്നു തുടങ്ങിയിട്ടില്ല എന്ന് തോന്നുന്നു. കൗൺസിലറായിട്ട് ഇരിക്കുന്ന കാലഘട്ടത്തിൽ മുനിസിപ്പൽ കൗൺസിലറായി തിരഞ്ഞെടുത്തു. 2 ദിവസം കഴിഞ്ഞാൽ ചെയർമാൻ തിരഞ്ഞെടുപ്പാണ്. ചെയർമാൻ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ഇദ്ദേഹത്തിന് കൂടെയുള്ള കൗൺസിലർമാരെയും ഞങ്ങൾ തൃശ്ശൂർ ഒരു അജ്ഞാത കേന്ദ്രത്തിൽ കൊണ്ടുപോയി താമസിപ്പിക്കുക. ഞാനാണ് അതിൻ്റെ ലീഡർ. ഇവരെ ലീഡ് ചെയ്യുന്ന ആൾ ഞാനാണ്. കാരണം അന്ന് ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് ജയിച്ചത്. ഇന്നസെൻ്റ് ജയിച്ചത് UDFൻ്റെ കൂടെയാണ്. കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമുള്ള സപ്പോർട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിലെ അംഗമായാൽ പോലും കോൺഗ്രസിൻ്റെ സഹായത്തോടുകൂടി ജയിച്ച് കൗൺസിലറായി ചെയർമാൻ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ഞങ്ങൾ തൃശ്ശൂർ ഒരു ഹോട്ടലിൽ അജ്ഞാതവാസത്തിലാണ് ഞങ്ങൾ. കാരണം ഈ കൗൺസിലർമാരെ പിടിച്ചോണ്ട് പോയില്ലേ മറ്റേ പാർട്ടി, അങ്ങനെ കൊണ്ടുപോകാണ്ടിരിക്കാൻ വേണ്ടി ഞാനാണ് ഇവരെ ലീഡ് ചെയ്ത് ഇതിന് നോക്കി. 9 പേരുണ്ട് എന്നല്ലേ, 9 പേരടക്കം ഇരിക്കുക. അന്നത്തെ 2 ദിവസത്തെ തമാശകൾ വളരെയധികം ആസ്വദിച്ചിട്ടുള്ള ഞാൻ. ഏറ്റവും നന്നായി ആസ്വദിക്കാൻ എങ്ങനെയാണ് അന്നേ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇന്നസെൻ്റ് വളരെ ഒരു സിനിമയിൽ പോയാൽ ഇന്നസെൻ്റ് ഏറ്റവും നന്നായിട്ട് വരും എന്നുള്ളൊരു പെർഫോമൻസ് അദ്ദേഹത്തിന് കിട്ടുമെന്ന് എനിക്ക് അന്ന് തോന്നി. ഇരിഞ്ഞാലക്കുടയിൽ പലർക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു നർമ്മം പറയുന്നൊരു വ്യക്തി. അപ്പോൾ ഒരുപാട് കാമുകിമാരൊക്കെ തീർച്ചയായും ഉണ്ടായിക്കാണും, പ്രേമലേഖനങ്ങളൊക്കെ കിട്ടിക്കാണും. അതുപോലെ വിദേശങ്ങളിൽ പോയി ഒരുപാട് പരിപാടികളിൽ പങ്കെടുത്ത് ഇതുപോലെ നർമ്മമൊക്കെ പറയുമ്പം അവിടെയും ഒരുപാട് പേര് ഇഷ്ടപ്പെട്ട് ചുറ്റും കൂടി കാണും. അല്ല, ഞാൻ പ്രേമിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. ഞാൻ ഇന്നുവരെ സത്യനാരോട് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, ഒരുപാട് പേരെ പ്രേമിച്ചിട്ടുണ്ട്, ഒരുപാട് പെൺകുട്ടികളെ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ. പക്ഷെ അവരാരും അറിഞ്ഞിട്ടില്ല നമ്മളവരെ പ്രേമിച്ചിട്ടുണ്ട് എന്നുള്ളത്. അവരറിയിച്ച. പിന്നെ എന്തുകൊണ്ട് പ്രേമലേഖനം ഞാൻ കൊടുത്തില്ല എന്നുള്ളത് ടീച്ചർ എന്താ കാര്യം എന്നറിയോ? ആ ഒറ്റ കാരണം കൊണ്ട് ആ പ്രേമം പൊളിഞ്ഞു പോകും, അക്ഷരത്തെറ്റായിരിക്കും. അപ്പൊ മര്യാദക്ക് എഴുതാൻ അറിയാത്തവൻ ഒരിക്കലും പ്രേമലേഖനം എഴുതാൻ പാടില്ല എന്ന്. അതിന് നല്ല വാക്കുകൾ വേണം അല്ലേ, നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് എന്ത് നന്നായിട്ട് എഴുതിയിരിക്കണേ. എന്തോന്നു, ഒരേ പാറയരികിൽ കൂടി കടന്ന് ഒരേ പാഠത്തിൽ പഠിച്ച ആ ഇണപ്രാവുകളെ പോലെ. അതൊന്നും എനിക്ക് വയസ്സ് 50 ആയപ്പോഴാണ് മനസ്സിലായത്. അത് 10, 20, 17 വയസ്സിൽ അറിഞ്ഞെങ്കിൽ ഞാൻ അന്ന് കാഴ്ച. അല്ല ചേട്ടാ, ഈ പല ചടങ്ങിൽ വിദേശത്തും കേരളത്തിന് പുറത്തൊക്കെ പോകുമ്പോൾ ഈ മലയാളി സംഘടനകൾ, സംഘടനാ ഭാരവാഹികൾ അവരുടെ കുടുംബാംഗങ്ങളെയൊക്കെ പിടിച്ച്
ഒരുമിച്ച് നിന്ന് ഫോട്ടോ എടുക്കുമ്പം ഈ ഫോട്ടോ ഒരുമിച്ചെടുക്കുമ്പം ഭയപ്പെടാറുണ്ടോ? ഇപ്പോൾ അടുത്ത കാലത്തൊക്കെ ഈ ഫോട്ടോയിൽ പ്രത്യക്ഷപ്പെടുന്നത് തന്നെ ഒരു ഭയപ്പാട് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. അല്ല, എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഇതിങ്ങനത്തെ ഇപ്പോൾ ചില കള്ളന്മാരെയും കൊള്ളക്കാരുടെയും കൂടി നിന്നിട്ടുള്ള ഫോട്ടോകളോ അല്ല ഞാൻ പറയാം. അമേരിക്കയിലോ ഗൾഫിലൊക്കെ പോയിട്ട് ഫോട്ടോ എടുക്കുമ്പോൾ അവർക്കൊക്കെ നമ്മളെ സിനിമയിൽ കണ്ടിട്ടുള്ള ഇഷ്ടം ഭയങ്കരമാണ്. അവരുടെ വീട്ടിലൊരു അംഗം പോലെയാണ് അവർ കണക്കാക്കുന്നത് നമ്മളെ. അപ്പോൾ ഫോട്ടോ ഇവിടെ നിൽക്ക് എടി നീ നിൽക്കടി എന്ന് പറഞ്ഞ് ഇയാളുടെ ഭാര്യേനെയോ മക്കളെയൊക്കെ പിടിച്ച് നിർത്തും. അപ്പോൾ ആ കുട്ടി അവളുടെ തോളിലൊന്ന് കൈ വയ്ക്കൂ, ഒരാവശ്യമില്ല. അപ്പം ഞാൻ എന്നാ ശരി തോളിൽ കൈ. അപ്പം ഈ കുട്ടിക്ക് ശരിക്കും 10 വയസ്സേ ഉള്ളൂ. പക്ഷെ ഇതുള്ള മിഠായി മറ്റതൊക്കെ തിന്നിട്ട് ഏതാണ്ട് 28-30 വയസ്സായിട്ടുള്ള അത്രയും ഈ കുട്ടി ഉണ്ടായി. അപ്പോൾ ഒന്ന് അവളുടെയൊക്കെ ഇഷ്ടമല്ലേ. അപ്പോൾ വീണ്ടും നമ്മൾ അങ്ങനെ പിടിച്ചു എടുത്തോട്ടെ, ഫോട്ടോ എടുത്തോട്ടെ, നമുക്ക് അതിൽ വിഷമമില്ല. എന്നിട്ട് ക്രിസ്മസിന് അത് ഹാപ്പി ക്രിസ്മസ് ഇട്ട് എൻ്റെ വീട്ടിലേക്ക് അയക്കുക. എന്നിട്ട് എൻ്റെ ഭാര്യ ഇത് കാണും, ഇതെന്താ ഇത്? അല്ല, ഇത് അയാളുടെ ഭാര്യ. ഇതാര്? ഇത് അയാളുടെ കൊച്ചു കുട്ടി. അപ്പൊ ഞാൻ ഇങ്ങനെ ഈ കുട്ടീനെ ഇങ്ങനെ താത്തി കൈ ഇത്ര കൊണ്ടു. കൊച്ചു കുട്ടിയാ, കണ്ടാണ്ടല്ലേ 10-30 വയസ്സ്. ഞാൻ പറഞ്ഞു അത് മിഠായി നിന്നിട്ടാ. പിന്നീട് ആലീസൊക്കെ നമ്മുടെ കൂടെ വന്ന് കഴിഞ്ഞപ്പോൾ ആലീസിന് മനസ്സിലായി ഇതൊക്കെ തന്നെയാണ് കാര്യങ്ങൾ. അവരുടെ ഇഷ്ടം കൊണ്ടൊക്കെയാണ് നമ്മൾ അവരോട് കൂടെ നിർത്തിയെടുക്കുന്നതും ഒക്കെ ചെയ്യുന്നതൊക്കെ. ചിലപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ ക്രിസ്മസ് കഴിഞ്ഞ് ക്രിസ്മസിന് നമ്മുടെ വീട്ടിൽ നരകം സൃഷ്ടിച്ചവർ, മനസ്സിലായോ? ഈ ഫോട്ടോ ഒക്കെ അയച്ചു തന്നിട്ട് അത് കഴിഞ്ഞിട്ട് അതിന്റെ കാര്യങ്ങൾ കഴിയുമ്പോൾ ഹാപ്പി ന്യൂ ഇയർ അപ്പുണ്ട് വേറെ വരുന്ന ഫോട്ടോ. അതെ, അപ്പൊ ഇതൊക്കെ നമ്മൾ വളരെ പബ്ലിക്കായിട്ട് ഇങ്ങനെ പറയുന്നതുകൊണ്ട് ഇപ്പൊ ആ പ്രശ്നങ്ങൾ അതില്ല. പിന്നെ എല്ലാ സ്ഥലങ്ങളിലേക്ക് ഫാമിലി ആയിട്ട് നമ്മൾ പോയതുകൊണ്ട് അവർക്ക് മനസ്സിലായി ഇതിന്റെ കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ എന്നൊക്കെ. പിന്നെ നമ്മളും ഈ ആലീസിനെ കൊണ്ട് ചില ആൾക്കാർക്ക് കൈ ഓടിപ്പിക്കും അവിടെ ചെന്നിട്ട്. എന്നിട്ട് ഞാൻ അതിന്റെ ഒരു ദുഃഖം രാത്രി കിടക്കും പറയാം, നീ കൈ ഇങ്ങനെ കേട്ടപ്പോൾ എനിക്ക് മാനസികമായിട്ട് വിഷമമുണ്ട്. എനിക്ക് വിഷമമില്ല, അവന്റെ കൂടെ പോണേ പോകട്ടെ, നമ്മുടെ കൂടി ഉണ്ടായിരുന്നല്ലേ. അപ്പൊ ഇത് ആലീസ്, അതെന്റെ മകൻ സോണറ്റ്, ഇത് രശ്മി അവന്റെ വൈഫ്, ഇത് അന്ന, ഇത് ഇന്നസെന്റ്. ഇവര് ഇരട്ട കുട്ടികളാണ്. ഇവര് നല്ല എപ്പോഴും ഭയങ്കര സ്നേഹം അവർ തമ്മിൽ. അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, നിങ്ങൾ കണ്ടാലേ അറിയുള്ളൂ. 2 ദിവസം കൂടെ നിന്നറിയാം ഇവര്. ഇന്നസെന്റ് ഏട്ടൻ ഒരു കാലത്ത് പറഞ്ഞിട്ടുണ്ട്, ക്രിസ്മസ് രാവിൽ പലപ്പോഴും സ്വന്തം വീട്ടിലെ നക്ഷത്രം നോക്കാതെ മറ്റ് വീടുകളിലെ നക്ഷത്രം നോക്കി നടന്നിട്ടുണ്ട്. പക്ഷേ മനസ്സിൽ മറ്റൊരു നക്ഷത്രം എണ്ണുകയായിരുന്നു. കാരണം അത്ര നല്ല രീതിയിൽ ക്രിസ്മസ് ആഘോഷിക്കാൻ പറ്റാത്ത ഒരു കാലം. ആ കാലത്തെക്കുറിച്ചൊക്കെ ഒന്ന് ഓർക്കാമോ? സിനിമ മോഹവുമായിട്ട് മദ്രാസിലേക്ക് പോയപ്പോഴാണ് ഈ ക്രിസ്മസ് എന്ന് പറയുന്ന നല്ല ആ ദിവസത്തെപ്പറ്റി നമ്മൾ ഓർത്തത് തന്നെ. കാരണം പഴയ ക്രിസ്മസ് ഓരോ വർഷങ്ങളും ഞാൻ എങ്ങനെയൊക്കെ ആഘോഷിച്ചിരുന്നു അതൊക്കെ മനസ്സിൽ നിന്ന് പോവുകയും മദ്രാസിലെ ഉമാ ലോഡ്ജ് എന്ന് പറഞ്ഞ ലോഡ്ജിൽ മറ്റുള്ള പല ആംഗ്ലോ ഇന്ത്യൻസിൻ്റെ വീട്ടിലെ നക്ഷത്രം എരിയുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും, ഞാൻ എന്തിനാണ് ഇവിടെ വന്ന് കിടക്കുന്നത്? വന്നിട്ട് 2-3 വർഷമായി, സിനിമാ നടനും ആയില്ല. പക്ഷെ അപ്പോഴും മനസ്സിൽ സിനിമയെ പറ്റിയിട്ടുള്ള മോഹവുമായിട്ട് ആ രാത്രി ഉറങ്ങാതെ നമ്മൾ കിടന്നിട്ടുണ്ട്. പിന്നീട് അതൊക്കെ ആലോചിക്കുമ്പോൾ അതൊക്കെ ഒരു സുഖമാണ്. വീണ്ടും ആ ഉമാ ലോഡ്ജിൽ പോയി താമസിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആലോചിക്കുക. ഞാൻ കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉമാ ലോഡ്ജിൽ സിനിമ നിർമ്മാതാവായിട്ട് ഞാൻ മദ്രാസിലേക്ക് വരുമ്പോൾ ഒരു ദിവസം ഞാനും ആലീസും കൂടി അതിൻ്റെ ഈ ഉമാ ലോഡ്ജിൻ്റെ തൊട്ട് മുമ്പിൽ ഒരു ചെറിയ ചായക്കടയുണ്ട്, വളരെ ചെറിയ ചായക്കടയാണ്. അവിടെ പരിപ്പുവടിയും ഇതൊക്കെ തുറന്നു വെച്ചിരിക്കുക ഒരു പാത്രത്തിനകത്ത്. ഈ മണിയൻ ഈച്ചകളൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ട് പോവും. നമ്മൾ വെക്കട അവിടെ എന്ന് പറഞ്ഞാൽ ഇതായിട്ടുള്ളൂ, അത്രയും അധികം ഈച്ചകൾ പൊറിഞ്ഞിരിക്കുന്ന ആ പരിപ്പോടയിൽ നിന്ന് ആ കടയുടെ ഉടമസ്ഥൻ ഞങ്ങൾ ഇക്കാന്ന് വിളിക്കുക. അയാൾ ഞാൻ വന്ന വഴിക്കാൻ എന്നെ നോക്കിയിട്ടൊരു പരിപ്പോട തന്നു. ഞാൻ പരിപ്പോട പെട്ടെന്ന് ഞാൻ കടിച്ചു തിന്നു. എനിക്ക് വിശപ്പുണ്ടായിട്ടില്ല, കാരണം ഞാൻ നിർമ്മാതാവായി. പക്ഷേ വളരെ കാലം എനിക്ക് ഭക്ഷണം തന്ന ഒരാളാണ് ആ മനുഷ്യൻ. അപ്പം ഞാൻ ഒരു പരിപ്പോട്, അയാൾ വീണ്ടും ഒരു പരിപ്പോട് എടുത്ത് കഴിഞ്ഞിട്ട് സഹധർമ്മിണിക്ക് കൊടുക്കാൻ പറഞ്ഞിട്ട് എൻ്റെ തന്നപ്പോൾ ഞാൻ ആലീസിനോട് ആലീസ് അയ്യോ എനിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു. കാരണം
ജീവനിൽ കൊതിയുള്ള ഒരുത്തൻ ആ പരിപ്പോടെ തിന്നില്ല. കാരണം എന്തൊക്കെ അസുഖങ്ങൾ വരും. അപ്പം എന്നോട് ഇത് പറഞ്ഞ വഴിക്ക് ഞാൻ പറഞ്ഞു, ഈ പരിപ്പോടെ തിന്ന് കുറേ കാലം ജീവിച്ചിട്ടുണ്ട്, ഒരു അസുഖം ഉണ്ടായിട്ടില്ല, അതിൻ്റെ ഉറപ്പിലാണ് ഞാനിത് കഴിക്കണേന്ന് പറഞ്ഞെന്ന് പറയാം. അപ്പോൾ ഈ ക്രിസ്മസിനെ പറ്റിയിട്ടുള്ള നല്ല ആ നാളുകളെ പറ്റി നമ്മൾ ഓർക്കുമ്പോൾ ഇരിഞ്ഞാലക്കുട മങ്ങാടിക്കുന്നിൻ്റെ തൊട്ട് താഴെ നമ്മൾ വീടൊക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ അവിടെയൊക്കെ ഈ ക്രിബ് അല്ലെങ്കിൽ പുൽക്കൂട് ഇതൊക്കെ കെട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അയൽവക്കത്തിനൊക്കെ കാശ് പിരിക്കും. അപ്പോൾ ഇതൊരു വലിയ ഉത്സവമാണ്. അതിൻ്റെ കാശ് പിരിക്കലും പിന്നെ ഈ മുള വെട്ടിക്കൊണ്ടുവന്ന് ആ മുള ചീളാക്കി അതിൻ്റെ ഞാര് കളയുകയും പിന്നെ അതൊരു നക്ഷത്രം പോലെ ഉണ്ടാക്കി. അപ്പോൾ അതിനൊക്കെ കൂടെ നിന്ന് സഹായിക്കുന്ന എൻ്റെ സുഹൃത്ത് ജോയ്, അതുപോലെ ജോയ്സൻ, മഹാദേവൻ, ഉണ്ണികൃഷ്ണൻ, ഇങ്ങനെ പലരും ഉണ്ട്. അതിൽ 2-3 പേരൊക്കെ മരിച്ചുപോയി. അപ്പോൾ ഇവരെല്ലാവരും കൂടി വൈകുന്നേരം, അപ്പം ഞാൻ എക്സാമിൻ്റെ സമയമായിരിക്കും, എന്തായാലും ക്രിസ്മസ് സമയത്തൊരു എക്സാം ഉണ്ടല്ലോ, അപ്പോൾ ആ സമയത്താണ്. അപ്പോൾ എക്സാം എന്തെങ്കിലും, എനിക്കിപ്പോൾ എക്സാം ഒരു പ്രശ്നമുള്ള കാര്യമില്ല, എനിക്ക് ഏറ്റവും ടെൻഷൻ കുറവ് എക്സാമിൻ്റെ സമയത്താണ്. മറ്റു പലർക്കും നേരെ തിരിച്ചും. കുട്ടികൾക്ക് എക്സാമിൻ്റെ സമയത്താണ് ഭയങ്കര പ്രശ്നം. എന്താണ് എഴുതേണ്ടത്? എനിക്കെന്താ ഗുണമെന്ന് വെച്ചാൽ ആ സമയത്ത് ഇമ്പോസിഷൻ ഉണ്ടാവില്ല, ക്ലാസ് ഉണ്ടെങ്കിലുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ വക പണികളും കാര്യങ്ങളും. അപ്പോൾ അന്ന് നമ്മുടെ തൊട്ട് കൂടെ തന്നെ ഒരു ചേച്ചി, എന്നെക്കാളും സ്വല്പം മൂത്തതാണ്, അവരും ഇതിനെ സഹായിക്കാനൊക്കെ നിൽക്കും. ചൈന പേപ്പർ ഒട്ടിക്കാനും മറ്റതിനും അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും അവരും ഒരുമിച്ച് നിൽക്കും. അങ്ങനെ നമ്മൾ ആ ദിവസം വരെയാണ്. അപ്പോൾ കറണ്ടില്ല ഞങ്ങളുടെ റോഡിലൊന്നും. അപ്പോൾ ആ ദിവസം കാത്തിരുന്നു. ക്രിസ്മസിൻ്റെ അന്ന് 24-ാം തീയതി രാത്രി വലിയൊരു മുള കുഴിച്ചിട്ടു, അതിയും ഒരു കപ്പി, ഒരു ചരട്, ആ ചരട് താഴത്തേക്ക് ചാക്ക് ചരട് എന്നൊക്കെ പറഞ്ഞ പോലെ ആ ചരടൊക്കെ റെഡിയാക്കി ഈ നക്ഷത്രം കെട്ടി അതിനകത്തൊരു പാട്ട വിളക്ക് വെച്ച് ഈ വിളക്ക് പതുക്കെ മുകളിലേക്ക് ഉയർത്തുകയാണ്. അപ്പോൾ ആ ചേച്ചിയുടെ അവരുടെ പേര് റോസ്ലി എന്നാണ്. ആ റോസ്ലി ചേച്ചിയോട് പറഞ്ഞു, നക്ഷത്രം ചേച്ചി ഉയർത്തിയാൽ മതി, കാരണം അവരാകുമ്പോൾ കുറച്ചുകൂടി പക്വതയും പാകതയും കാര്യങ്ങൾ. അപ്പോൾ പറഞ്ഞു അന്ന് ഞാൻ ഉയർത്താം. അപ്പം നക്ഷത്രം അവിടെ എത്തിക്കഴിഞ്ഞാൽ ഞാൻ പറയും ജോയിയുടെ അടുക്കുക, അവരനിയനാണ്, ദേ നക്ഷത്രം അവിടെ എത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം പടക്കത്തിന് തീ കൊടുക്കും. അപ്പം അങ്ങനെ പടക്കത്തിന് തീ കൊടുക്കും. അങ്ങനെ എല്ലാ പ്ലാനുകളും കാര്യങ്ങളൊക്കെ റെഡിയാക്കി ഈ റോസ്ലി ചേച്ചി പതുക്കെ ഈ സ്റ്റാർ മുകളിലേക്ക് ഇങ്ങനെ പൊക്കി അവിടെ എത്തിയ വഴിക്ക് ഈ ജോയിയുടെ പറഞ്ഞു തീ കൊടുക്കടാന്ന് പറഞ്ഞു. തീ കൊടുത്തു. ഒരു പടക്കത്തിൻ്റെ തരി ഈ റോസ്ലി ചേച്ചിയുടെ മുഖത്തിൻ്റെ തൊട്ടടുത്ത് കൂടെ പോയി എന്ന് മാത്രമേ ഉള്ളൂ. ഈ ചരട് കയ്യിലിരുന്ന് പെട്ടെന്ന് ഒന്ന് ഇളകി ആ മണ്ണെണ്ണപ്പാട്ടയിലുള്ള മണ്ണെണ്ണപ്പാട്ട മീൻസ് ഇന്നിപ്പോൾ കുട്ടികൾക്കാർക്കും ആ പാട്ടവിളക്ക് അറിയില്ല, കണ്ടറിയില്ല. ആ പാട്ടവിളക്ക് ഒന്ന് ചെരിഞ്ഞു. പെട്ടെന്ന് ഒരു കത്തൽ അവിടെ ഉണ്ടായി. പക്ഷേ കത്തിക്കഴിഞ്ഞതിന് ശേഷം എൻ്റെ അയ്യോ എന്ന് പറഞ്ഞ് നിലവിളിച്ച് ജോയ് അകത്തേക്ക് പോയി, റോസ്ലിയേച്ചി അകത്തേക്ക് ഓടിപ്പോയി. ഇതൊക്കെയാണ്. മാത്രമല്ല പെട്ടെന്ന് എനിക്ക് ഇത് കഴിഞ്ഞിട്ട് ചിരി വന്നു പോയി. കാരണം ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ സാധനം ഇതിൻ്റെ മുകളിൽ പോയിട്ട് കത്തേണ്ട ഒരു കാര്യമില്ല. എന്തിനാണ് ഈ റോസ്ലിയേച്ചിയുടെ കയ്യിലിരുന്ന് ചരട് കുലുങ്ങിയത് എന്ന് നമ്മൾ ആലോചിച്ചു. ചിരി വന്നു. പക്ഷെ അതിനോടൊപ്പം സങ്കടം. ഇനിയൊറ്റ കാര്യം, കത്തിയ നക്ഷത്രം എങ്ങനെ ഉണ്ടാവുമെന്ന് കാണണമെന്നുണ്ട്. പക്ഷെ രാത്രിയാണ്. അപ്പോൾ അതിനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ലിബർട്ടി ടൈലേഴ്സ് അതിന് ഒരു പ്രഭാകരനും ലിബർട്ടി ടൈലേഴ്സിൻ്റെ ആൻ്റണി ചേട്ടനും കൂടി വരുമ്പോൾ അതിൽ വലിയ ടോർച്ചുണ്ട്. ഞാൻ പറഞ്ഞു ഇതൊന്ന് കാണണം, അവിടെ നക്ഷത്രം കത്തി എൻ്റെ മുകളിലെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ ടോർച്ച് അടിച്ച് നോക്കിയപ്പോൾ ഈ മുളവടികൾ 4 അങ്ങോട്ടും ഒരു നക്ഷത്രത്തിൻ്റെ ആകൃതിയിൽ ഇങ്ങനെ പതുക്കെ ഒന്ന് ആടുന്നുണ്ട്. ആ വഴിക്ക് അയാൾ ആ ദിവാകരൻ അയാൾ പറഞ്ഞു, ടൈലർ പറഞ്ഞു കരിഞ്ഞ നക്ഷത്രം എന്ന് പറഞ്ഞു. അതൊരു പേര് തിരക്കേടില്ലെന്ന് എനിക്ക് തോന്നുന്നു. പലരും കുർബാന കാണാൻ വേണ്ടി രാത്രി പോകുന്ന 12 മണിക്ക് പോകുന്ന ആളുകളൊക്കെ ഇതും അടിച്ച് നോക്കുമ്പോൾ ഞങ്ങൾ തന്നെ പറഞ്ഞു കൊടുക്കും കരിഞ്ഞ നക്ഷത്രം എന്ന് പറയാനായിട്ട്. അപ്പോൾ അവർ കരിഞ്ഞ നക്ഷത്രം എന്നുള്ള അവർ പറയും. അന്ന് നേരം എടുത്തു. അവിടുന്ന് ഈ റോസ്ലി ചേച്ചി ടൈപ്പ് റൈറ്റിംഗ് ഒക്കെ പഠിക്കാൻ വേണ്ടി പോകാറുണ്ട്. അപ്പം ഞാൻ ടൗണിലൊക്കെ പോയിട്ട് ഈ കാര്യം പലരോടും പറഞ്ഞു. എന്തായാലും റോസ്ലി ചേച്ചി ടൗണിലേക്ക് വരുമ്പോൾ പല കടകളിൽ നിന്നും ആൾക്കാർ കരിഞ്ഞ നക്ഷത്രം എന്ന് വിളിച്ചു തുടങ്ങി. മാത്രമല്ല അവർക്ക് മുഖത്തൊരു കരിഞ്ഞ വാട്ടം ഉണ്ടായി അവർക്ക്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞ് ഞാൻ ഈ സിനിമ എന്നൊക്കെ പറഞ്ഞ് ഞാൻ എവിടേക്ക് തീപ്പെട്ടി കമ്പനി എന്നൊക്കെ പറഞ്ഞ് ദാവണഗിരി ഇവിടെയൊക്കെ പോയി തിരിച്ചു വന്നപ്പോഴേക്കും ആ വീട് വിറ്റുപോയെന്നും അവരെവിടെ പോയെന്നും നമുക്കൊന്നും ഒരു പിടിയില്ല.
അവിടുന്ന് കാലങ്ങൾ കുറേ കഴിഞ്ഞു. ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന മീനാക്ഷി തമ്പാൻ MLA ഉണ്ടായിരുന്നല്ലോ, അവർ പോയി. അവരുടെ അനിയത്തിയുടെ വീട്ടിൽ ഞാൻ പോയിരുന്നു, TP മേനോൻ എന്ന് പറയും. അപ്പോൾ അമേരിക്കയിലാണ് അവർ. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ മേനോൻ പറഞ്ഞു, ഇന്നസെൻറ്റ് തന്നെ ഇവിടെ ഒരു കോൺവെൻറ്റിൽ ഉള്ളൊരു സിസ്റ്റർ ഗീഡോ എന്ന് പറഞ്ഞ സിസ്റ്റർ അന്വേഷിക്കുന്നുണ്ട്, നിങ്ങളറിയും എന്നാണ് പറഞ്ഞത്. അപ്പോൾ എൻ്റെ കസിൻസൊക്കെ കുറച്ച് പേര് സിസ്റ്റേഴ്സ് ഉണ്ട്, വലിയമ്മയുടെ മകൾ സൂസി, അതുപോലെ ഓരോരുത്തരെ പറ്റി ഞാൻ അങ്ങനെ അവരായിരിക്കും ഇവരായിരിക്കും. അങ്ങനെ ആ കോൺവെൻറ്റ് അവിടെ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു വെള്ളക്കാരി സിസ്റ്റർ വന്ന് ഡോറ് തുറന്നു. അവിടെയും ഈ മണിയടിക്കുന്ന സിസ്റ്റം ഉണ്ട് നമ്മളിവിടെ ഈ കോൺവെൻറ്റിൽ. അതൊക്കെ എനിക്കൊന്ന് ഇംഗ്ലീഷുകാരുടെ ഒരു സംഭവമായിരിക്കാം. അങ്ങനെ അത് തുറന്നു. അവർ വന്നു കഴിഞ്ഞിട്ട് എന്നോട് എന്നെ കണ്ടു കഴിഞ്ഞൊക്കെ പറഞ്ഞു, ഇന്നസെൻറ്റ്? ഞാൻ പറഞ്ഞു അതെ ഇന്നസെൻറ്റ്. 1 second യു പ്ലീസ് സിറ്റ് ഡൗൺ എന്ന് പറഞ്ഞു അവരകത്ത് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ കന്യാസ്ത്രീ ഈ സൂസി ആയിരിക്കുമെന്നാണ് എൻ്റെ, അല്ലെങ്കിൽ കരാഞ്ചിറയിൽ ഞങ്ങൾക്കൊരു സിസ്റ്റർ ഉണ്ട്, അവരായിരിക്കും. അങ്ങനെ വന്നു. പക്ഷേ എനിക്ക് ഇവരങ്ങോട്ട് ശരിക്കും മനസ്സിലാവില്ല, കാരണം ഈ ഇത്രയും ഭാഗമേ നമ്മൾ കാണുന്നുള്ളൂ, ബാക്കി മുഴുവനും മൂടിയ. അപ്പം ഞാൻ അങ്ങനെ നോക്കി. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് അവർ ചോദിച്ചു, ഇന്നച്ചൻ എന്നെ മനസ്സിലായില്ലേ എന്ന് ചോദിച്ചു. അപ്പം എന്നെ ഇന്നച്ചൻ എന്ന് പറയുകയാണെങ്കിൽ എൻ്റെ കുട്ടിക്കാലം മുതലേ എന്നെ അറിയുന്ന ആരെങ്കിലും ആയിരിക്കണം. അപ്പം ഞാൻ സൂക്ഷിച്ച് നോക്കി, എനിക്ക് മനസ്സിലായി. അവർ പറഞ്ഞു, ഞാനാ കരിഞ്ഞ നക്ഷത്രം. പിന്നെ എനിക്ക് ഭയങ്കര കാര്യം, നമ്മൾ പല തമാശകളും പല നേരം പോക്കുകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് അത് ആ സമയത്ത് അതിന് ആവശ്യമാണ് എന്ന് തോന്നിയിരുന്നു. പക്ഷേ ഇതെനിക്ക് ഭയങ്കര ദുഃഖം തോന്നി. ദുഃഖം തോന്നാനുള്ള കാരണം, ഈ റോസി ചേച്ചിനെ കാണാൻ ഭംഗിയുണ്ട്, അവരുടെ സംസാരത്തിലോ അവരുടെ നടപ്പിലോ അവരുടെ കൂട്ടുകെട്ടിലോ അവരൊരിക്കലും ഒരു കന്യാസ്ത്രീ ആവേണ്ട സ്ത്രീയോ അല്ല. കൂട്ടുകെട്ടെന്ന് വെച്ചാൽ മോശമായിട്ട് പറയണതല്ല, അല്ലാതെ തന്നെ അങ്ങനെ ഓവർ ഭക്തിയോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ എനിക്ക് തോന്നിയത്, ഈ ഒരു പേരിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണോ ഇവർ ഈ സഭാവസ്ത്രം സ്വീകരിച്ചത്? അതാണ്, ഞാനായിട്ടാണോ അവരുടെ ഒരു കുടുംബജീവിതം അവസാനിപ്പിച്ചത്? ഇതൊക്കെയാണ് എൻ്റെ ഒരു മനസ്സിലുണ്ടായൊരു തോന്നൽ. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരു കോൺവെൻറ്റിൻ്റെ മുമ്പിൽ ഒരു 3-5 പേരുടെ മുമ്പിൽ വന്നിട്ട്, വേറെയും സിസ്റ്റേഴ്സൊക്കെ ഉണ്ട്, അവർക്കൊക്കെ എന്നെ അറിയാം. അവിടെയാണ് നമ്മൾ തകർന്നു പോയത്. അപ്പം ഞാൻ ഒരു സിനിമാ നടൻ എന്നുള്ളതിനേക്കാൾ ഉപരി എനിക്ക് തോന്നുന്നു ഈ സിസ്റ്റർ ഗീഡോ, റോസിൽ ചേച്ചി ഇവരോട് ഈ കഥകൾ പറഞ്ഞിട്ടുണ്ടാവും. എനിക്കിങ്ങനെ ഒരു കരിഞ്ഞ നക്ഷത്രം എന്ന് പേരിട്ട ഒരാളാണ് ഇന്നസെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. പിന്നീട് 3-4 കൊല്ലങ്ങളിൽ എനിക്ക് ഓരോ ക്രിസ്മസ് കാർഡുകൾ വരാറുണ്ട്. അത് നിങ്ങളൊക്കെ വരയ്ക്കുന്ന ഈ രീതിയിലായിരുന്നു, കാർട്ടൂൺ ശൈലിയിലാണ്. അതിന് പേപ്പർ ഉണ്ടാവില്ല, വെറും സ്കെൽട്ടനായിട്ടുള്ള ഇതാണ്. കരിഞ്ഞ നക്ഷത്രം എന്ന് അതിനകത്ത് എഴുതിയിരുന്നു. ഞാനിപ്പോൾ ഈ അടുത്ത കാലത്ത് അറിഞ്ഞത് അവർ മരിച്ചുപോയി എന്നാണ് നമ്മൾ കേട്ടത്. അപ്പം എന്തായാലും ഓരോ വിശേഷങ്ങൾ വരുമ്പോൾ ചിലവർ ഓർമ്മിക്കുക വലിയ വലിയ സന്തോഷമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കാം. അപ്പം ഞാൻ വളരെ സന്തോഷമായിട്ടുള്ളൊരു കാര്യം നമ്മൾ ആലോചിച്ചുവെങ്കിലും ആ സന്തോഷത്തിൻ്റെ ഇടയിലൊരു ദുഃഖം നമുക്ക് പിന്നീട് ഉണ്ടായി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾ തമ്മിലുള്ള ഇങ്ങനൊരു ദിവസം ഒരുമിച്ച് പങ്കിടാൻ സാധിച്ചതിൽ നമുക്ക് ദൈവത്തിനോട് നന്ദി പറയാം. തീർച്ചയായിട്ടും ഈ പ്രോഗ്രാം കാണുന്ന ഒരുപാട് മലയാളികൾ അല്ലേ, തീർച്ചയായിട്ടും അവർക്ക് എല്ലാവർക്കും നമ്മളെ ക്രിസ്മസ് ആശംസകൾ നേരുന്നതോടൊപ്പം തന്നെ നമുക്ക് ക്രിസ്മസിൻ്റെ കേക്ക് മുറിക്കാം. കാരണം ഇനി നമ്മൾ കേക്ക് മുറിക്കാതിരുന്നാൽ ഇതുവരെ അപ്പാപ്പാന്ന് വിളിച്ച അവൻ ചിലപ്പോൾ കേക്ക് മുറിക്കടാ, ഞാനിങ്ങനെ പേടിച്ച് ഇല്ലേടി എന്നെ അല്ലേ ആദ്യം ഒരുമിച്ച് പിടിച്ചോ. പതുക്കെ നിങ്ങൾ പിടിച്ചാലേ. ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ്. മതി. ഓരോ പീസ്. ഫോണെടുക്കാം. ലക്ഷ്മി തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ദിവസങ്ങൾ ഇനിയും ഉണ്ടാവട്ടെ.